ഡൽഹിയിൽ ഇപ്പോൾ കനത്ത പുകമഞ്ഞ് അനുഭവപ്പെടുകയാണ്. ഡൽഹി വല്ലാതെ ശ്വാസം മുട്ടുന്നു എന്നാണ് നമ്മുടെ ബ്യൂറോ പറയുന്നത്. വായു മലിനീകരണമാണെങ്കിലോ വളരെ ഗുരുതരമായ വിഭാഗത്തിലാണ്. പലയിടത്തും വായു ഗുണനിലവാര സൂചിക ഇപ്പോൾ 400 മുകളിൽ എത്തിക്കഴിഞ്ഞു. ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മാസ്ക് നിർബന്ധമായി വേണം എന്ന് മാത്രമല്ല വല്ലാതെ ശ്വാസം മുട്ടിപ്പോകുന്ന അന്തരീക്ഷമാണ്. ശ്വാസം മുട്ടി നിൽക്കുന്ന അച്യുതൻ നമുക്കിപ്പോൾ ഡൽഹിയിൽ നിന്ന് തൽക്കാലം ചേരുകയാണ്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. അച്യുതൻ, വല്ലാത്ത അവസ്ഥയാണല്ലേ? ബാഗിലോട്ട് കാണാൻ പറ്റുന്നില്ല, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും കടുത്ത പുകമഞ്ഞാണ് ഡൽഹിയിൽ അനുഭവപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാനുള്ള കർത്തവ്യ പത്തിലാണ് എസ് കെ. അതായത് ഈ റിപ്പബ്ലിക് ഡേ പരേഡിന്റെ അതിന്റെ റിഹേഴ്സൽ നടക്കുന്ന ഇടമാണ് രാഷ്ട്രപതി ഭവനും ഈ ഇന്ത്യ ഗേറ്റുമായി യോജിപ്പിക്കുന്ന ഈ കർത്തവ്യ പത്ത്. പക്ഷെ ഇവിടെ ഒന്നും തന്നെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏതാണ്ട് ദൃശ്യപരിധി 0 അടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പുകമഞ്ഞ് മൂടപ്പെട്ടിരിക്കുന്നു ഡൽഹി എന്നുള്ളതാണ്. ഈ റൈറ്റ് സൈഡിലായിട്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. പക്ഷെ ഇന്ത്യ ഗേറ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. തൊട്ടു പുറകിലായി രാഷ്ട്രപതി ഭവനുണ്ട്, കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആകെ ഈ പുകമഞ്ഞാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഡൽഹിയിലെ പലയിടത്തും വായു ഗുണനിലവാര സൂചിക 400 മുകളിലാണ് സ്കെയിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഗ്രേപ്പ് 3 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. പലയിടത്തും ഈ വായു മലിനീകരണം 400 മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ ശൈത്യത്തോടൊപ്പം തന്നെ ഈ വായു മലിനീകരണവും ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇവിടെ പരേഡിന്റെ റിഹേഴ്സലും നടക്കുന്ന അവസരമാണ്. അപ്പോൾ അവരെ കൂടി ഇത് ബുദ്ധിമുട്ടിലാക്കുന്നതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഈ ഇവിടുത്തെ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹനങ്ങൾ അവരുടെ വേഗത പരമാവധി കുറച്ചാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതിനായി പോലീസ് 2 ഇടങ്ങളിലും അത് നിയന്ത്രിക്കുന്നതിനായി നിൽപ്പുണ്ട്. ഒപ്പം തന്നെ വ്യോമ ട്രെയിൻ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. നിലവിൽ ഡൽഹി വിമാനത്താവളത്തിലെ അധികൃതർ അറിയിച്ചിരിക്കുന്നത് സാധാരണ നിലയിലാണ് പ്രവർത്തനങ്ങളെങ്കിൽ കൂടിയും ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ എയർലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് സംബന്ധിച്ച് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ എസ് കെന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് കരുതുന്നത്. ഇത്രമേൽ കനത്ത പുകമഞ്ഞാൽ മൂടപ്പെട്ടിരിക്കുകയാണ് രാജ്യ തലസ്ഥാനത്തിന്റെ പലയിടങ്ങളും. എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.